അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസായിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി അറള അലിയ റബ്ബി ലിയജ്അല ലി ബതഹാഹ മക്കത സഹബൻ. പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നക്ക് വെളിവായ ചെന്നെങ്കിൽ അള്ളാഹു നക്കൊരു ഓഫർ വെച്ച എന്നത് മക്കത്തുള്ളതായ ചിരക്കല്ലുങ്ങ ചെറിയ ചെറിയ കല്ലുങ്ങ അതെല്ലാത്തെയും സ്വർണ്ണമായിട്ട് നിങ്ങൾക്ക് ആക്കി തൻ്റെ എല്ലാത്തെയും സ്വർണ്ണമാക്കി തൻ്റെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും വളരെ കഷ്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സമയമായിട്ട് മറുഭാഗത്ത് മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ബേർമത്തെ അള്ളാഹു കൊടുത്തുന്നു. അപ്പോൾ വലിയ കഷ്ടത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിലായിരിക്കും അള്ളാഹുയുടെ ഭാഗത്തുള്ളൊരു ഓഫർ എന്തിടെ ഈ മക്കത്തെ എല്ലാ ചെറിയ ചെറിയ കല്ലെല്ലാം നബിയെ നിങ്ങൾക്ക് പിന്നെ സ്വർണ്ണമായിട്ട് തണ്ടാണ്ട് ഫഖുൽതു. അപ്പോൾ ചെന്ന ലാ യാ റബ്ബി വേണ്ട റബ്ബേ നക്കത് വേണ്ട ആവശ്യമില്ല. വലാകിന്നി അഷ്ബഉ യൗമൻ വാജു യൗമൻ നക്ക് ഇഷ്ടം എന്താ ചെന്നെങ്കിൽ ഒരു നാൾ പിന്നെ ബേർ നിറക്കടെ പിന്നൊരു നാൾ നാണ് പൈക്കടെ ഒരു നാൾ പട്ടിണി തീക്കടെ ഒരു നാൾ ബേർ നിറക്കടെ അങ്ങനത്തെ ജീവിതം നക്ക് തന്നെ മെയ്യാവും. അയന്തേ ഫൈദ ജുഅ്തു തളറഅ്തു ഇലൈക വസക്കർതുക. നക്ക് പട്ടിണിയായിട്ട് ജീവിക്കുമ്പോൾ ബേർ കാര്യമായപ്പോൾ നക്ക് നിൻ്റെ ഓർമ്മ അവിടെയല്ല. അപ്പോൾ ഞാൻ നിന്നിലേക്ക് താഴ്മ പ്രദർശിപ്പിക്കട്ടെ, നിൻ്റെ ഓർത്തിട്ട് നിൽക്ക് ഞാൻ ദിക്റുള്ള ചൊല്ലോ അത് കാരണമാവും. വൈദാ ശബിഅ്തു ഹമിത്തുക വശകർതുക. അതേ സന്ദർഭത്തിൽ ഞാൻ പട്ടിണിയായിട്ട് നല്ല പയിച്ചിട്ട് നക്ക് ബേർ നിറച്ചപ്പോൾ നിക്ക് ശുക്ർ ചെയ്യുകയും നിക്ക് ഹംദ് ചെയ്യുക അത് കാരണമാവുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ എന്തും അള്ളാഹു കൊടുത്തിടത്ത ദുനിയാവുള്ളൂ. അള്ളാഹു ഏറ്റവും സൃഷ്ടികളെ പടപ്പുകളെ കൂട്ടി ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ആളല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ എന്തും ആഗ്രഹിച്ചില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം നോക്കൂ. ദഖല ഉമർ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔത്തിലേക്ക് വന്നാൽ ഉമർ റളിയല്ലാഹു വന്നപ്പോൾ വഹുവ ജാലിസുൻ അലാ ഹസീരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പായയുടെ മേൽ വെച്ചിട്ട് ഔത്തുള്ള ഒരു പായുണ്ട്. ആ പായൽ വഖദ് അസ്സറ ഫി ജംബിഹി ഷരീഫ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുതലു ആ പായയുടെ അച്ചിന്ത് പിന്നെ ഈത്തപ്പഴത്തെ മട്ടലുണ്ടാക്കിയ പായായിട്ട് അതിന് അച്ചെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ബക്ക ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ടു. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുബ്കിക യാ ഉമറെ എന്തേ ഉൾപ്പെട്ടേ? അപ്പോൾ ചെന്ന് ഖാല ദക്കർതു കിസ്റ വ കൈസർ. ನಾನು കിസ്റ കൈസർ രാജാക്കന്മാരെ ഓർത്തുപോയ എത്ര ഒരു ഐഷാറാമി ജീവിതമായിരിക്കണങ്ങളല്ല. പക്ഷേ പിന്നെ നിങ്ങളെ ചക്രവർത്തിയായിട്ട് അറേബ്യക്ക് ചക്രവർത്തിയായിട്ട് പോലും നിങ്ങൾ അവർ പായൽ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തല്ല നബി. ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ആ സമയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഉലൈക ഖൗമുൻ ഉജ്ജിൽതു ലഹും തയ്യിബാതുഹും ഫി ഹയാത്തി ദുനിയ. ഓ ഉമറെ അങ്ങെല്ലാം ദുനിയാവിൽ അള്ളാഹു സൗകര്യമാക്കി കൊടുത്തണം, പക്ഷേ നമുക്ക് ആഖിറും കൂടി ഉണ്ടല്ലേ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനപ്പെട്ടു. അപ്പോൾ ആ നിലക്കായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ഇന്നൊരു സംഭവത്തിൽ കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ പയിച്ചിട്ട് വന്നാൽ ഔത്തിൽ പുറത്ത് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്ത് വന്ന കണ്ട് എൻ്റെ നബിയെ പുറത്ത് വന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് ചെന്ന് വല്ലാത്ത പസിയായിട്ട് ഔത്തിൽ തിന്നുകെന്തുമില്ല. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്ന് നിൻ്റെ കാരണം മതി, നിൻ്റെ ഔത്തും എന്തും തിന്നുകയില്ല ചെന്ന്. അത് രണ്ടാളും കൂടി ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എതിർ കിട്ടിത്ത് എന്തേ ഉമരെ പുറത്ത് വന്നേ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് വല്ലാത്ത പസി നബിയെ
അവത്തിലെന്തുമില്ലാണ്ട് മൂന്നാളും പട്ടിണിയായിട്ട് കിടും. മൂന്നാളും കൂട്ട് ഒരു തോട്ടത്ത് പ്രവേശിച്ചാറ്. ഒരു സ്വഹാബിയുടെ തോട്ടായി തിന്ത് അങ്ങനെ അവിടെ പോയിട്ടാകുമ്പോൾ ആ സ്വഹാബി മൂന്നാൾക്കും നല്ല ഈത്തപ്പല കൊടുത്തു. എന്നിട്ട് ആ തോട്ടത്തെ ഉൾക പിന്നെ തന്നി ഇങ്ങനെ ഉൾകൂടെ ഒരു ഒരു തോടിന്ത് അതിൽ നിന്ന് മൂന്നാളും തന്നി കുടിച്ചാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ത് നബിയെ ചെന്ത് ജണ്ടാരട്ട ചെന്ത് പിന്നെ നോക്കറു ഇത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്യുന്നതായ നിയമത്തായിട്ട് കിട്ടും. ഞങ്ങൾ മൂന്നാളും പിന്നെ പട്ടിണി ഔത്തറിലിട്ട് പസി തടയാവട്ടെ ഔത്തർ 10 പന്നങ്ങായിട്ട് കിട്ടും. ഇപ്പം നോക്കുമ്പോൾ ഞങ്ങളുടെ ബയർ നിറഞ്ഞിട്ട് ഈത്തപ്പല കൊണ്ടും അതുപോലെ തന്നി കൊണ്ടും ഈ ഒരു അള്ളാഹു ചെയ്ത ഈ നിയമത്ത് ഇതിനെ സംബന്ധിച്ചിട്ട് നാളെ പരലോകത്ത് അള്ളാഹു നാലിട്ട ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സുവാലുണ്ട്, ചോദ്യമുണ്ട് ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നെങ്കിൽ അതൊക്കെ ശുക്ർ അർപ്പിച്ചിരാറായില്ലേണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിൻ്റെ ജീവിതം അങ്ങനെ ആയിട്ടെന്ത് അൽഹംദുലില്ലാഹ് ഉണ്ട്. ഞങ്ങൾക്ക് അള്ളാഹു നല്ല ജീവിത തന്നിട ഞങ്ങൾ പൈക്കടെ മുന്നേ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ മറ്റുള്ള ഒരു നല്ല ശുക്ർ ചെയ്ത ജീവിതം ഞങ്ങൾ ജീവിക്കണം. ഞങ്ങൾ അള്ളാഹുടെ ധിക്കരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഉണ്ടാവോ തീരാം. ആ ചെയ്തതായ ആ ഒരു നിയമത്തിൽ പ്രതി ഹന്തത്തിലും അള്ളാഹു ശുക്ർ ചെയ്യുക ഞങ്ങൾ പ്രയത്നാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശാക്രിങ്ങനെ കൂട്ടത്തിൽ അള്ളാഹു നാളെ പെടുത്തുന്ന അനുഗ്രഹിക്കട്ടെ. നാളെ എല്ലാ കാര്യത്തും അള്ളാഹു ഏർപ്പാടിലെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ.